മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. തിരുവനന്തപുരം വെമ്പായത്തെ വീട്ടിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. 77 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു. രാവിലെ 11 മണിക്ക് KPCC ഓഫീസിലും 12 മണിക്ക് DCC ഓഫീസിലും പൊതുദർശനമുണ്ട്. നാളെ വൈകിട്ട് 5-ന് പേരുമല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി VV അരുൺ ഒപ്പം ചേരുന്നു. അരുൺ, മാതൃകയാക്കേണ്ട നേതാവെന്ന് അടുത്തറിയുന്നവരെല്ലാം പറയുന്നു. വലിയ നഷ്ടമല്ലേ കോൺഗ്രസിന്, കേരള രാഷ്ട്രീയത്തിന്? തീർച്ചയായും കൃഷ്ണരാജ്, കോൺഗ്രസിലെ സൗമ്യമുഖവും സാംസ്കാരിക മുഖവും കൂടിയായിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹമാണ് ഇന്ന് പുലർച്ചെ തലേക്കുന്നിലെ വീട്ടിൽ നിര്യാതനായത്. ദീർഘനാളായി ചികിത്സയിലായിരുന്നു, രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെടാതായിട്ടും 5 വർഷത്തിലേറെ. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകാർക്കടക്കം അദ്ദേഹം പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. KPCCയുടെ താൽക്കാലിക പ്രസിഡന്റ് പദവി വരെ ഉയർന്ന രാഷ്ട്രീയ കരിയറാണ് തലേക്കുന്നിൽ ബഷീറിനുള്ളത്. KSU നേതാവായി തുടക്കം, കേരള സർവകലാശാല യൂണിയന്റെ ആദ്യ ചെയർമാൻ എന്ന വളരെ പ്രധാനപ്പെട്ട പദവിയോടെയാണ് തലേക്കുന്നിൽ ബഷീർ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് 77-ൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. AK ആന്റണിക്ക് സംസ്ഥാന സർക്കാരിലേക്ക് വരാൻ അദ്ദേഹം തന്റെ മണ്ഡലം ഒഴിഞ്ഞുകൊടുക്കുന്നു. 77-ൽ രാജ്യസഭയിലേക്ക്, അതേ വർഷം തന്നെ രാജ്യസഭയിലേക്ക് അയച്ചാണ് കോൺഗ്രസ് നേതൃത്വം അതിന് നന്ദി പ്രകാശിപ്പിച്ചത്. പിന്നീട് 79-ലും അദ്ദേഹം രാജ്യസഭാ അംഗമായി. 45-ൽ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് സമീപമുള്ള തലേക്കുന്നിൽ ഗ്രാമത്തിലായിരുന്നു ബഷീറിന്റെ ജനനം. 84-ലും 87-ലും അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുകയും സുശീല ഗോപാലിനെ അടക്കം പരാജയപ്പെടുത്തി ശ്രദ്ധേയമായ വിജയം നേടിയെടുക്കുകയും ചെയ്തു. ലോക്സഭയിലും ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. രാജീവ് ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സംസ്ഥാനത്തിന്റെ നേതാവ് കൂടിയായിരുന്നു തലേക്കുന്നിൽ ബഷീർ. അതിനുശേഷം 2 തവണ ലോക്സഭയിൽ ശേഷം അദ്ദേഹം പിന്നീട് പാർലമെന്ററി രംഗത്ത് എത്തിയിട്ടില്ല. പിന്നീട് സംഘടനാ രംഗത്ത് DCC അധ്യക്ഷനായടക്കം, തിരുവനന്തപുരം DCC അധ്യക്ഷനായടക്കം പ്രവർത്തിച്ചു. സാംസ്കാരിക രംഗത്തും കോൺഗ്രസിന്റെ മുഖമായി തന്നെ നിന്ന നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ. അന്തരിച്ച നടൻ പ്രേം നസീറുമായുള്ള ബന്ധം വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി വിവാഹം കഴിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേം നസീറിന്റെ സഹോദരിയാണ് സുഹറ. അവരും അല്പകാലം മുമ്പ് നിര്യാതയായി. നിരവധി പുസ്തകങ്ങൾ, രാജീവ് ഗാന്ധിയെ പറ്റിയുള്ള പുസ്തകം അടക്കം നിരവധി പുസ്തകങ്ങൾ രചിച്ചിരുന്നു. തലസ്ഥാനത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി നിന്ന നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ. യുവതലമുറയ്ക്ക് കടന്നു വരാൻ അവസരം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട അപൂർവം ചില കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് തലേക്കുന്നിൽ ബഷീർ. ഏതായാലും കോൺഗ്രസ് അപരിഹാര്യമായ നഷ്ടമാണ് തലേക്കുന്നിൽ ബഷീറിന്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെ നടക്കുകയുള്ളൂ. അദ്ദേഹം വിദേശത്തുള്ള മക്കളായാണ് സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചത്. തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു VV അരുൺ. തലേക്കുന്നിൽ ബഷീറിനെ കോൺഗ്രസ് നേതാക്കൾ അനുസ്മരിക്കുന്നു. അത്യന്ത ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത ഞാൻ ഇന്നലെ രാവിലെ ശ്രദ്ധിച്ചത്. കഴിഞ്ഞ 5 വർഷമായ അദ്ദേഹം രോഗശയ്യയിലാണ്, വിശ്രമത്തിലാണെങ്കിലും ബഷീർ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ആത്മ സുഹൃത്തും ബന്ധുവും നഷ്ടപ്പെട്ട ദുഃഖമാണ് എനിക്കുണ്ടായത്. ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന് ഒരു വലിയ നഷ്ടമാണ് ബഷീറിന്റെ നിര്യാണം മൂലം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം KSU പ്രവർത്തക ജില്ലാ പ്രസിഡന്റ് സ്ഥാനം മുതൽ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം വരെ വഹിച്ച കാലയളവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരു സഹപ്രവർത്തകൻ, സുഹൃത്തും സഹോദരനൊക്കെയാണ് ഞാൻ. ഞങ്ങൾ തമ്മിലുള്ള അത്ര ഉറ്റ ബന്ധം, ആത്മബന്ധമാണ് അദ്ദേഹത്തിന്റെ ദുഃഖമാരുടെ വാർത്ത അത്യന്തം ദുഃഖത്തോടു കൂടി ഞാൻ കേൾക്കാനിടയായത്. തലേക്കുന്നിൽ ബഷീർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. തീവ്ര ദുഃഖത്തോടു കൂടിയാണ് ബഷീറിന്റെ നിര്യാണ വാർത്ത ഞാൻ അറിഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോവുകയുണ്ടായി. ഞാൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ വെമ്പായത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കണ്ടത്. ആ സന്ദർഭത്തിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിക്കേണ്ടായി. ഒന്നാം തരം ഒരു എഴുത്തുകാരനായിരുന്നു. സാഹിത്യത്തോടും കവിയോടും സംഗീതത്തോടും ഒക്കെ തന്നെ എന്തെന്നില്ലാത്ത അഭിനിവേശമുള്ള
ഒരു നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം. രാവിലെ കേട്ട വാർത്ത അത്യന്തം വേദനാജനകമാണ്. കുറെ നാളായി അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, കാണാറുമുണ്ടായിരുന്നു. പക്ഷെ ഇത്ര വേഗം അദ്ദേഹം വിട പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കേരള രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു അപൂർവ ജനുസിൽപ്പെട്ട നേതാവാണ് തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹത്തിന് ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയും. അത്രമായ രൂപത്തിലും ഭാവത്തിലും ഭാഷയിലും ശൈലിയിലും എഴുത്തിലും വേറിട്ട് നിന്ന ഒരു നേതാവ്, തലയുയർത്തി. ആ പേര് പോലെ തന്നെ തലയിൽ കുന്നിൽ ബഷീറിന്റെ ആ രൂപം പോലെ നേരിട്ട് കാണുന്നവർക്കറിയാം. അങ്ങനെയുള്ളൊരു വലിയ സ്നേഹസമ്പന്നനായ ഒരു സ്നേഹവലയം രാഷ്ട്രീയത്തെ തീർത്ത സാംസ്കാരിക രംഗത്തെ സാന്നിധ്യം കൂടിയായിരുന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള നിർബന്ധിത പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കലാപം. ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കരുതെന്ന് കാണിച്ച് നിരവധി പോലീസുകാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കോഴിക്കോട് സിറ്റി, റൂറൽ മേഖലകളിൽ 3600ഓളം പോലീസുകാരിൽ നിന്നാണ് പണപ്പിരിവ് നടത്തുന്നത്. കുടിശ്ശിക വന്ന കഴിഞ്ഞ 2 മാസത്തെ തുക പിരിക്കാൻ CIമാർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് പോലും സേനയിൽ വിലക്കുണ്ട്. വ്യത്യസ്ത വിശ്വാസികളും അവിശ്വാസികളുമുള്ള പോലീസ് ക്ഷേത്ര നടത്തിപ്പുകാരാവുന്നതിനെ ചൊല്ലിയാണ് പോലീസിൽ വിവാദങ്ങൾ പുകയുന്നത്. പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിലാണ് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രം. കാലങ്ങളായി കോഴിക്കോട് ജില്ലയിലെ പോലീസുകാരിൽ നിന്ന് പിരിവെടുത്താണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്. ജില്ലയിലെ സിറ്റി, റൂറൽ മേഖലകളിലെ 3600ഓളം പോലീസുകാരിൽ നിന്ന് ക്ഷേത്ര നടത്തിപ്പിന് വേണ്ടി പണം പിരിക്കുന്നുണ്ട്. ഓരോരുത്തരിൽ നിന്ന് പ്രതിമാസം 20 രൂപ വീതമാണ് പിരിവ്. വർഷം തോറും ലക്ഷങ്ങൾ ഇങ്ങനെ പിരിക്കുന്നു. ഈ അടുത്ത കാലത്താണ് നിർബന്ധ പിരിവിനെതിരെ പോലീസുകാർ രംഗത്ത് വന്നത്. ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കരുതെന്ന് കാണിച്ച് നിരവധി പോലീസുകാർ കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പിരിവ് നടത്തിയിരുന്നില്ല. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക പിരിക്കാൻ യൂണിറ്റ് മേധാവികളായ CIമാർക്ക് കമ്മീഷണർ രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ക്ഷേത്രത്തിനു വേണ്ടി നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാനൊരുങ്ങുകയാണ് സേനയിലെ ഒരു വിഭാഗം. മതേതരമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ട പോലീസാണ് മതവിശ്വാസത്തിന് വേണ്ടി നിർബന്ധ പിരിവ് നടത്തുന്നത്. ഉത്സവം നടത്തലും ക്ഷേത്ര പരിപാലനവുമൊക്കെ പോലീസിന്റെ ജോലിയല്ല എന്ന് പറഞ്ഞുകൊടുക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാവണം. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വിനേഷ് കുമാർ തന്നെ തത്സമയം ചേരുന്നുണ്ട്. വിനേഷ്, എന്താണിത്? കൃഷ്ണരാജ്, നമുക്കറിയാം കോഴിക്കോട് നഗരത്തിലെ മുതലക്കുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഭദ്രകാളി ക്ഷേത്രം വർഷങ്ങളായിട്ട് പോലീസുകാരാണിത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്, ഇതിന് പരിപാലിക്കുന്നതും ഇവിടെ പൂജ നടത്തുന്നതിനും മറ്റും എല്ലാം തന്നെ പണം ചെലവഴിക്കുന്നതെല്ലാം തന്നെ പോലീസുകാരാണ്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന സിറ്റി കമ്മീഷണർമാരായിരിക്കും സാധാരണ നിലയ്ക്ക് ഇതിന്റെ പ്രസിഡന്റ്. ഇപ്പോൾ AV ജോർജാണ് ഇവിടുത്തെ സിറ്റി കമ്മീഷണർ, കോഴിക്കോട് സിറ്റി കമ്മീഷണർ. അദ്ദേഹത്തിനാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ ചുമതലയുള്ളത്. 20 രൂപയാണ് ഒരാളിൽ നിന്ന് ഒരു മാസം പിരിക്കുന്നത്. ഇങ്ങനെ 3600ഓളം പോലീസുകാരിൽ നിന്ന് പിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ പൈസ. അതായത് ഈ 20 രൂപ വീതം. ഇത്ര രൂപ, അതൊരു വർഷത്തിൽ 240 രൂപയാണ് ഒരാളുടെ ശമ്പളത്തിൽ നിന്ന് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ പിരിച്ചെടുക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പോലീസിലൊരു വിഭാഗം രംഗത്ത് വന്നിട്ടിരിക്കുന്നത്. കാരണം ഒരു മതചിഹ്നങ്ങൾ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് പോലീസ് ഇങ്ങനെ ഒരു ക്ഷേത്രം നേരിട്ട് നടത്തുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് പോലീസിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പല തവണ സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു പോലീസ് നിരവധി പോലീസുകാർ. അതിന്റെ പരാതിയുടെ ഉൾപ്പെടെയുള്ള കോപ്പിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. പക്ഷേ ഇതുവരെയും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല കൃഷ്ണരാജ്, കഴിഞ്ഞ 2 മാസം ഇതിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല, അതായത് പിടിച്ചിട്ടില്ലായിരുന്നു ഈ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന്. എന്നാൽ അത് പൂർണ്ണമായും അതിന്റെ കുടിശ്ശിക തീർത്ത് എത്രയും പെട്ടെന്ന് ഈ പൈസ പിരിക്കാൻ CIമാർക്കാണ്, അതായത് കോഴിക്കോട് ജില്ലയിലെ CIമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും വിചിത്രമായ കാര്യം. ഇനി ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ
ക്ഷേത്രവും അതുപോലെ തന്നെ പട്ടാളം പള്ളി, ഭദ്രകാളി ക്ഷേത്രം, പട്ടാളം പള്ളി, മാവൂർ റോഡിലുള്ള കുരിശുപള്ളി ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നതാണ്. അതിനുശേഷം ഇത് പോലീസായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ പട്ടാളപ്പള്ളിയും അതുപോലെ തന്നെ കുരിശുപള്ളിയും വിശ്വാസികൾക്ക് വിട്ടുകൊടുത്തു, വിശ്വാസികളുടെ ആവശ്യപ്രകാരം. പക്ഷേ ക്ഷേത്രം വിശ്വാസികൾ ആവശ്യപ്പെട്ടെങ്കിലും വിട്ടുകൊടുക്കാൻ പോലീസ് തയ്യാറായില്ല. പോലീസ് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതിലേക്ക് എത്തി. ഇത് പോലീസിനകത്തെ ഒരു വിഭാഗം, അല്ലെങ്കിൽ ഈ സംഘപരിവാറിനോട് അനുഭാവമുള്ള ഒരു വിഭാഗം ആളുകളുടെ താല്പര്യമാണെന്നുള്ള ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇതേ ചൊല്ലി പോലീസിൽ വലിയ കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെ ഇടപെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ഇങ്ങനെയൊരു പരാതി പോകുന്നത്. അതായത് ഇനി മുതൽ തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് പൈസ പിരിക്കാൻ പാടില്ല, കാരണം മതവിശ്വാസത്തിനും മതകാര്യങ്ങൾക്കും പോലീസ് ഇറങ്ങാൻ പാടില്ല, അതിനുവേണ്ടി പണം പിരിക്കുന്നത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളായ പോലീസുകാർ തന്നെയാണ് ഇങ്ങനെയൊരു പരാതി അയച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ചെവിക്കൊള്ളാനോ നടപടി സ്വീകരിക്കാനോ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കൃഷ്ണരാജ്. കെ വി ഷാജി പൊതുപ്രവർത്തകനൊപ്പം ചേരുന്നു. ശ്രീ കെ വി ഷാജി, പലർക്കും പരസ്യമായി അറിയാമായിരുന്നത്, പക്ഷെ പലരും പ്രതികരിക്കാത്തത് അല്ലേ? അതെ. ഇവിടെ ഇത്തരത്തില് ഇപ്പൊ മാത്രമൊന്നല്ല, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പുതിയ കാലത്ത് ഏറ്റവും അധികം പോലീസിനകത്ത് സ്വാധീനം ഉള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് ഹൈന്ദവ പൊളിറ്റിക്സ് ആണ്. അതായത് സംഘപരിവാർ ഫ്രാക്ഷനാണ് കേരളത്തില് രണ്ടാം മോദി സർക്കാരിൽ ഏറ്റവും കൂടുതൽ. ഒന്നാം മോദി സർക്കാരിന് മുമ്പേ അതുണ്ട്. ഒന്നാം മോദി സർക്കാർ വന്നതോടുകൂടി അത് കൂടുതൽ ബലപ്പെടുകയും രണ്ടാം മോദി സർക്കാർ വന്നതോടുകൂടി ഈ സംഘപരിവാർ ഫ്രാക്ഷൻ കേരള പോലീസിൽ വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ കേരള പോലീസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പോലും അത്തരത്തിലുള്ള കെ വി ഷാജി, ഇത് ക്ഷേത്രത്തിന് വലിയ ചരിത്രമുണ്ട്, കാലങ്ങളായി അത് പോലീസിന്റെ കയ്യിലാണ്. പക്ഷേ നിലവിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു ജനാധിപത്യ മതേതര സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് ഇത്തരം ഒരു സിസ്റ്റം. എല്ലാവരെയും ഈക്വലായി കാണേണ്ട, നിയമപരമായി മാത്രം പ്രവർത്തിക്കാൻ, നിയമപരമായി അല്ലാതെ പ്രവർത്തിക്കാൻ പോലീസിന് അധികാരമില്ല. നിയമപരമായി മാത്രം പ്രവർത്തിക്കേണ്ട പോലീസ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതോ അവിടെ ആരാധന നടത്തുന്നതോ പോലീസ് യൂണിഫോമിൽ പോലീസ് എന്ന പേരിൽ, ഇപ്പൊ ചാവക്കാട് കോടതി ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരം നടത്തുന്നുണ്ട്, അവിടുത്തെ പോലീസ് ആചാരം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളെ മാത്രം അവിടെ ന്യായാധിപനായി നിശ്ചയിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കേണ്ടതല്ല, ഒരു മതേതര സംവിധാനത്തിൽ നടക്കേണ്ടതല്ല. ഇത് യഥാർത്ഥത്തിൽ ഇതൊരു സേന എന്നുള്ള രീതിയിൽ ഇതിന്റെ അകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള വിഭാഗീയതയും വർഗീയവൽക്കരണവും പൊതുസമൂഹത്തിന് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദയനീയമായ അവസ്ഥ. പൊതുസമൂഹം ജനാധിപത്യ ബോധമുള്ള മതേതര ചിന്താഗതി നിലനിൽക്കണം ഇന്ത്യയിൽ എന്ന് കേരളത്തിൽ നിന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ സേന എന്നുള്ള രീതിയിൽ കേരളത്തിലെ പോലീസ് ഏറ്റവും നെഗറ്റീവായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. ശ്രീ കെ വി ഷാജി, താല്പര്യമുള്ളവർ തന്നോളൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും പ്രശ്നമില്ല, ഇത് നിർബന്ധിതമായി പിരിക്കുകയാണ്. അതായത് ഒരു സിസ്റ്റത്തിനുള്ളിൽ മറ്റൊരു സിസ്റ്റം. അതെ, ഇത് മാത്രമല്ല, ഇത്തരത്തിൽ കേരള പോലീസിനകത്ത് പല രീതിയിലുള്ള ഫ്രാക്ഷനുകൾ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു മതത്തിന് വേണ്ടിയാണെങ്കിൽ മറ്റ് ആന്റി ഹ്യൂമൻ ആയിട്ടുള്ള, ആന്റി നാഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് പോലും സഹായം ചെയ്തു കൊടുക്കുന്ന, അതിനുവേണ്ടി ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഫാക്ഷനുകൾ ഇതിലുണ്ട്. അപ്പൊ ഇവിടെ ഈ നിർബന്ധിത പിരിവ് എന്നുള്ളത്, നിർബന്ധിതമായ ആവശ്യം എന്നുള്ളത് പോലീസ് എല്ലാം നിർബന്ധിതമായാണ് ചെയ്യുന്നത്. പോലീസ് പൊതുസമൂഹത്തിന് മുകളിൽ നിയമം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റേണലായും പോലീസിന്റെ ശീലം അത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. കേരള പോലീസ് ആ രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. കാലാകാലങ്ങളായി ഇവിടുത്തെ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ രാഷ്ട്രീയ പാർട്ടികൾ ടൂളുകളായി ഉപയോഗിച്ച് നമ്മുടെ കേരള പോലീസിനെ ഈ അർത്ഥത്തിൽ വൃത്തികെട്ട ഒരു സേനയാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തർക്കം വേണ്ട. ശരി, കെ വി ഷാജി പ്രതികരിച്ചതിന് നന്ദി. കോഴിക്കോട് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള നിർബന്ധിത പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കലാപം. ഒരു വിഭാഗം പോലീസുകാർ കമ്മീഷണർക്ക് പരാതി നൽകി. നിർബന്ധിത പണപ്പിരിവ് അനുവദിക്കരുത് എന്നാണ് അവരുടെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് വിനീഷ് കുമാർ. പ്രതികരിക്കുകയായിരുന്നു പൊതുപ്രവർത്തകൻ കെ വി ഷാജി. ഒരിടവേള.
സിൽവർ ലൈനും സമരങ്ങളും. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള സർവേക്കെതിരെ ഇന്നും പ്രതിഷേധം തുടരും. ചോറ്റാനിക്കരയിലും പിറവത്തെ വിവിധ മേഖലകളിലും ഇന്ന് സർവേക്കായി ഉദ്യോഗസ്ഥരെത്തും. എന്നാൽ കല്ലിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരും പ്രതിപക്ഷ പാർട്ടികളും. അതേസമയം പദ്ധതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചോറ്റാനിക്കരയിൽ ജനസഭ സംഘടിപ്പിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സിജോ വി ജോണൊപ്പം ചേരുന്നു. സിജോ, കല്ലിടാനെത്തും, പ്രതിഷേധം തുടരും, മറുവശത്ത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും. കൃഷ്ണരാജ്, കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ശക്തമായ പ്രതിഷേധം തന്നെയാണ് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ചോറ്റാനിക്കരയിലും അതോടൊപ്പം തന്നെ പിറവത്ത് നടക്കുന്നത്. ചോറ്റാനിക്കരയിലായിരുന്നു ഏത് വിധേനയും കല്ലിടാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ സമരം ഏറ്റെടുത്തു. ജനങ്ങൾക്ക് പിന്തുണയുമായി കോൺഗ്രസും BJPയും രംഗത്ത് വന്നിരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്നലെ മുതൽ അവിടെ ഒരു സ്ഥിരം സമരപ്പന്തൽ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ. അതായത് ഇനി കൂടുതൽ നേതാക്കൾ ജില്ലയിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോടൊപ്പം ആ സമരപന്തലിലേക്ക് എത്തും. ഇന്നും അവിടെ നേതാക്കൾ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു സമര കേന്ദ്രമായി തന്നെ ചോറ്റാനിക്കര മാറുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ BJPയും ഇന്ന് ഒരു സ്ഥിരം സമരപ്പന്തൽ ആരംഭിച്ച് സമരത്തിന്റെ ഒരു ദിശ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് മാറുകയാണ്. BJPയും അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാതിനിധ്യം അറിയിക്കുന്നതിനുള്ള ശ്രമത്തിൽ തന്നെ മാറുകയാണ്. പക്ഷേ ഇത്രയും ദിവസങ്ങളായി വലിയ ശക്തമായൊരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് CPM തയ്യാറായിരുന്നില്ല. എന്തായാലും കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി CPM ഇറങ്ങുകയാണ്. അതിന് പിന്തുണയുമായി DYFI എത്തുന്നു. ഇന്ന് ചോറ്റാനിക്കരയിൽ ജനസഭ DYFI സംഘടിപ്പിക്കുന്നുണ്ട്. 10 മണിക്ക് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ഈ പദ്ധതി, അതിൻ്റെ ഒരു നന്മ, അതിൻ്റെ ഒരു പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് CPMും അതോടൊപ്പം തന്നെ DYFI ഉൾപ്പെടെ നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോറ്റാനിക്കരയിൽ കല്ലുമായി എത്തിയിരുന്ന ആ കല്ല് പിഴുതെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിറവത്തിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് മണിയൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ന് ചോറ്റാനിക്കരയിൽ ഒരുപക്ഷെ ശക്തമായ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ കല്ലിടലിന് ഉദ്യോഗസ്ഥർ എത്താൻ സാധ്യതയില്ല. അപ്പോൾ അതുപോലെ പിറവത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് കല്ലിടാൻ വേണ്ടി എത്താൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഏത് മേഖലകളിൽ എത്തിയാലും കൂടുതൽ പ്രവർത്തകരെത്തി അവിടെ കല്ലിടൽ തടസ്സപ്പെടുത്തുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ BJP നീങ്ങുകയും ചെയ്യുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള സർവേക്കെതിരെ ഇന്നും പ്രതിഷേധമുണ്ടാകും. ചോറ്റാനിക്കരയിലും പിറവത്തും കല്ലിടാനെത്തും. പക്ഷേ തടയുമെന്ന് കോൺഗ്രസും BJPയും നാട്ടുകാരും പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സിജോ വി ജോൺ. ഇമ്രാൻഖാന് നിർണായക ദിവസം. ഇമ്രാൻഖാൻ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ പാർലമെന്റ് സമ്മേളനം ഇന്ന് തുടങ്ങും. ഭരണപക്ഷത്തെ 3 ഘടകകക്ഷികൾ പ്രതിപക്ഷത്ത് ചേർന്നതോടെ സർക്കാർ ന്യൂനപക്ഷമായി. എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചു. കൂറുമാറിയ അംഗങ്ങളെ ഇനി ഒരിക്കലും മത്സരിക്കാൻ കഴിയാത്ത രീതിയിൽ അയോഗ്യരാക്കണമെന്ന ഇമ്രാൻഖാന്റെ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. അധികാരത്തിലേറി 3.5 വർഷത്തിനിടെ ഇമ്രാൻഖാൻ ഇത് 2ാം തവണയാണ് അവിശ്വാസ പ്രമേയത്തെ നേരിടുന്നത്. കഴിഞ്ഞ മാർച്ചിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നിഷ്പ്രയാസം മറികടന്നുവെങ്കിലും ഇത്തവണ സ്ഥിതി അതല്ല. പ്രതിപക്ഷത്തെ 100 അംഗങ്ങളാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. പക്ഷേ പ്രതിപക്ഷത്തെയല്ല, സ്വന്തം പക്ഷത്തെയാണ് ഇത്തവണ ഇമ്രാൻഖാൻ ഭയപ്പെടുന്നത്. ഭരണപക്ഷ സഖ്യത്തിൽ നിന്ന് മുത്താഹിദ ഖാമി മൂവ്മെന്റ്, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഖൈദ്, ബലൂചിസ്ഥാൻ അവാമി പാർട്ടി എന്നിവ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നു. ഈ 3 പാർട്ടികളിലുമായി 17 അംഗങ്ങളുണ്ട്. ഈ കൊഴിഞ്ഞുപോക്കിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന സ്വന്തം പാർട്ടിയിലെ പടയൊരുക്കം. സ്ഥാപക നേതാക്കളിൽ ഒരാളായ നജീബ് ഹാരൂൺ അടക്കം 12 പാർലമെന്റ് അംഗങ്ങളാണ് ഇമ്രാൻഖാനെതിരെ രംഗത്തുള്ളത്. ഇമ്രാൻഖാൻ രാജിവെക്കണമെന്ന് ഇവർ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ സർക്കാരിന്റെ പിന്തുണ 144 കുറഞ്ഞു. 172 പേരുടെ പിന്തുണയാണ് അവിശ്വാസത്തെ അതിജീവിക്കാൻ ഇമ്രാൻഖാന് വേണ്ടത്. കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം വരെ പോരാടാൻ ഉറച്ചു തന്നെയാണ് ഇമ്രാൻഖാൻ. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിമത MPമാരെ ആജീവനാന്തം വിലക്കണമെന്ന തന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടാകുമെന്നാണ് ഇമ്രാൻഖാന്റെ വിശ്വാസം.
ഈ കേസിൽ ഇന്ന് വിധി വരാനിരിക്കെയാണ് അവിശ്വാസ പ്രമേയം പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുന്നത്. പാകിസ്ഥാനിലെ ഭരണഘടന പ്രകാരം അവിശ്വാസ പ്രമേയം 3 ദിവസം ചർച്ച ചെയ്യണം. ഇതിനുശേഷം അടുത്ത 4 ദിവസത്തിനുള്ളിൽ പ്രമേയത്തിന്മേൽ വോട്ടെടുപ്പ് നടത്തിയാൽ മതി. അവിശ്വാസം പാസായാൽ ഇമ്രാൻഖാൻ രാജിവെക്കണം. അത് ചെയ്യാതെ ജനകീയ പ്രക്ഷോഭത്തിന് ശ്രമിച്ചാൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വഴിയൊരുങ്ങും. എന്നാൽ പാക് സൈന്യം പ്രതിപക്ഷത്തിനൊപ്പമായതിനാൽ ഇമ്രാൻഖാന്റെ മുന്നിൽ മറ്റ് പോംവഴികളില്ലെന്നാണ് നിരീക്ഷകരുടെ പക്ഷം. പാകിസ്ഥാനിൽ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയും 5 വർഷം തികച്ചിട്ടില്ല. ഇതേ വിധിയാകുമോ ഇമ്രാൻഖാനും, അതോ ചരിത്രം വഴിമാറുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് പാക് ജനതയും ലോകവും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാകുന്നു. നമസ്കാരം.